ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റാപ്പ് സ്കേർട്ടാണ്. വളരെ ട്രെൻഡി ആയിട്ടുള്ളൊരു സ്കേർട്ടാണിത്. അപ്പോൾ ഈ സ്കേർട്ടിൻ്റെ പ്രത്യേകത ക്ലോസ് ചെയ്യുന്നില്ല, ഇത് രണ്ട് സൈഡും ഓപ്പൺ ആണ്. അപ്പോൾ നമുക്കിതിൽ വള്ളി വെച്ചിട്ട് നമ്മൾ ടൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനിതിൻ്റെ ഫോൾഡിങ്ങും മെഷർമെൻറ്റ്സും പേപ്പറിൽ കാണിക്കാം. അതിനുശേഷം നമുക്ക് ഇത് തുണിയിലേക്ക് വെച്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു പേപ്പർ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നീളമാണ് ഞാൻ ഈ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ തുണി ഫോൾഡ് ചെയ്യുമ്പോൾ ഇത് താഴേക്ക് ലെങ്ത് വൈസ് ആണ് രണ്ടാക്കി ഫോൾഡ് ചെയ്യേണ്ടത്. ഇത് ഫോൾഡഡ് സൈഡ്, ഇത് ഓപ്പൺ സൈഡ്. ഇനി നമ്മളിത് അടുത്ത ഈ ഫോൾഡഡ് സൈഡിലേക്ക് ട്രയാങ്കുലറായി നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഒരു സൈഡ് ഫുള്ള് ഫോൾഡഡ് ആണ്, അടുത്ത സൈഡ് ഒരു സൈഡ് ഒന്ന് ഫോൾഡ് വരുന്നുണ്ട്, അടുത്തത് രണ്ട് പീസ് ഓപ്പണും വരുന്നുണ്ട്. ഇനി നമുക്ക് കിട്ടുന്ന വേസ്റ്റ് മെഷർമെൻറ്റിൻ്റെ 4/1 ഭാഗമാണ് ഈ മുകളിലായി മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഇവിടെ നിന്നും താഴേക്കാണ് നമ്മൾ സ്കേർട്ടിൻ്റെ ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ വേസ്റ്റ് ബാൻഡ്, അതായത് വള്ളിക്ക് വേണ്ടിയുള്ള ഒഴിവാക്കിക്കൊണ്ടുള്ള ലെങ്ത് ആണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഈ താഴേക്ക് നമുക്കിതുപോലെ ബാലൻസ് വരും. അപ്പോൾ ഈ പോർഷനാണ് നമ്മൾ ഈ വള്ളിക്ക് വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിവിടെ വരുന്ന വേസ്റ്റ് മെഷർമെൻറ്റ് എന്തുമാത്രമാണെന്ന് നോക്കാം. അപ്പോൾ ഈ റാപ്പ് സ്കേർട്ടിന് വേണ്ടി ഇവിടെ വേസ്റ്റ് മെഷർമെൻറ്റ് 28 ഇഞ്ചിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ 14 ഇഞ്ച് വരും, ബാക്ക് പോർഷൻ 14 ഇഞ്ച് വരും. അപ്പോൾ നമ്മളിതിലേക്ക് സീം അലവൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഈ സ്കേർട്ട് ക്ലോസ് ചെയ്യുന്നില്ല, ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഓവർലാപ്പ് കൂടി വേണം. അപ്പോൾ ഇനി ഓവർലാപ്പിന് എത്ര വേണം എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 14 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ മെഷർമെൻറ്റ്സ് എല്ലാം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 42 ഇഞ്ചാണ് ടോട്ടൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ 42 ഇഞ്ച് അതിൻ്റെ 4/1 ഭാഗമാണ് നമുക്ക് ഈ തുണിയിലേക്ക് മെഷർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ഫോൾഡ് ചെയ്തപ്പോൾ കാണിച്ചില്ലേ, 4 ആക്കിയാണ് നമ്മൾ ഇതുപോലെ നമുക്ക് ഫോൾഡ് വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഈ 42നെ 4 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു സൈഡിൻ്റെ വേസ്റ്റ് മെഷർമെൻറ്റ് കിട്ടും. അപ്പോൾ നമുക്കിവിടെ 10.5 ആണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മെഷർമെൻറ്റ് ഇപ്പോൾ 10.5 10.75 ഒക്കെ ആണെങ്കിലും നിങ്ങൾക്കത് 11 ആക്കി റൗണ്ട് ചെയ്തൊക്കെ മെഷർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ 10.5 ആണ് ഇവിടെ ഈ പോർഷനിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി നമുക്കിത് തുണിയിലേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സാരിയാണ് എടുത്തിട്ടുള്ളത്, 2.5 മീറ്റർ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ കാണിച്ച പോലെ തന്നെ ആദ്യം നീളത്തിൽ, അതായത് ലെങ്ത് വൈസ് രണ്ടാക്കി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫോൾഡഡ് ആയിട്ടുള്ള സൈഡിനെ കണ്ടോ, ഈ രീതിയിൽ നമ്മൾ ട്രയാങ്കിളായി ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ട്രയാങ്കിളായി ഫോൾഡ് ചെയ്തെടുത്തു. ഇതാണ് ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷൻ. അപ്പോൾ അതാണ് നമ്മൾ ഈ തുണിയിലേക്ക് ഈ കാണുന്നത്. കണ്ടോ, ഇതുപോലെയാണ് നമുക്കിപ്പോൾ ഈ തുണി കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മെഷർമെൻറ്റ്സ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ മുകളിൽ നിന്നും 10.5, അതായത് 10.5 എവിടെയാണോ നമുക്ക് കിട്ടുന്നത് അതാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 10.5 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി താഴേക്ക് നമുക്ക് ലെങ്ത് ആണ് എടുക്കേണ്ടത്. ഇനി വേസ്റ്റ് ബാൻഡ് ഒഴിച്ച ശേഷം നമുക്ക് 25 ഇഞ്ചാണ് വേണ്ടത്. 25 ഇഞ്ച് വീതം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഹാഫ് സർക്കിൾ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വേസ്റ്റ് മാർക്ക് ചെയ്തില്ലേ, ഈ പോർഷൻ ചെറുതായിട്ടൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പോർഷനിൽ നിന്നും നമുക്ക് വേണ്ട വള്ളിക്ക് വേണ്ടി കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 3.5 ഇഞ്ചാണ് വള്ളിക്ക് വേണ്ടി മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ലെങ്ത് എടുക്കുന്നത് നമ്മൾ 42 ആണ് നമുക്ക് ടോട്ടൽ
വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 42 ഇഞ്ചിൻ്റെ ഡബിളാണ് നമ്മൾ ഇവിടെ ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ കട്ടിങ് ഇത്രയാണ്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്കേർട്ട് പോർഷൻ്റെ രണ്ട് സൈഡും നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതേ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ താഴെ ഭാഗത്ത് ബോട്ടം ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കുകയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് റോൾഡ് ഹെം സ്റ്റിച്ച് ചെയ്തെടുക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിവിടെ രണ്ട് സൈഡും ഡബിൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. താഴെ ഭാഗം റോൾഡാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ ഫോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇനി നമുക്കിതിലേക്ക് ബാൻഡ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ബാൻഡിന് വേണ്ടിയുള്ള ഈ പീസ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റ്. രണ്ടാക്കി ഫോൾഡ് ചെയ്ത് മിഡിൽ പോയിൻ്റാണിത്. അപ്പോൾ ഈ മിഡിൽ പോയിൻറ്റ് മാർക്ക് ചെയ്യാം. നമുക്ക് സ്കേർട്ട് പോർഷൻ്റെ മിഡിൽ പോയിൻറ്റും മാർക്ക് ചെയ്യാം. ഇനി രണ്ടിൻ്റെയും ഈ മിഡ് പോയിൻറ്റ് ചേർത്ത് വെച്ച് നമ്മൾ ഈ ഓപ്പൺ സൈഡ് വരെ നമ്മൾ എത്രയാണ് ഇതിൻ്റെ ലെങ്ത് വരിക എന്നൊന്ന് മെഷർ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഒന്ന് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഓപ്പൺ പോയിന്റ് മുതൽ നമുക്ക് ബാക്കിയുള്ള പോയിന്റ് സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം. ഇനി നമ്മൾ ഇത് മുതൽ ഈ രണ്ട് വള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഈ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് നല്ല വശങ്ങൾ നമ്മൾ ചേർത്ത് വെച്ച്. അപ്പോൾ എൻഡ് പോർഷൻ നിങ്ങൾക്ക് ട്രയാങ്കിളായിട്ടോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടോ ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അടുത്ത സൈഡും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ ചെയ്ത മാർക്കിംഗ് വരെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ കണ്ടോ, ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മളിത് നല്ല വശത്തേക്ക് മറിച്ചെടുക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമുക്കിത് ഇതുപോലെ ഒന്ന് മറിച്ചിടാം. ഇനി ഇത് നമുക്ക് അയൺ ചെയ്ത് കൂടി എടുക്കാം. അപ്പോൾ ഇത് മുഴുവനായും തന്നെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഭാഗം ഒഴിച്ച് ബാക്കി ഉള്ളിലേക്ക് വെച്ച് ഫോൾഡ് ചെയ്താണ് അയൺ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ, ആ പോർഷൻ മുതൽ നമുക്ക് സ്കേർട്ട് പോർഷനിലേക്ക് വെച്ച് ജോയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അയൺ ചെയ്തെടുത്ത ശേഷമാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്തില്ലേ, ആ പോർഷനിലേക്ക് നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ ഇതുപോലെ റോങ് സൈഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ റോങ് സൈഡ് ഉള്ളിലേക്ക് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണിത്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇത് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ വള്ളി നമ്മൾ കംപ്ലീറ്റ് ആയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ റാപ്പ് സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.